നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇവിടെ ഇന്നൊരു ക്വിക്ക് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേക്കാം. പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. അടുത്ത ആഴ്ച ഞാൻ ചിലപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവില്ല ഇടയിൽ. ഓക്കെ, ഈ ആഴ്ച ഉണ്ട് ഇപ്പോൾ. എൻ്റെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യൂ. പിന്നെ ചെറിയ ഗ്രൂപ്പായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിപ്പോൾ ഓൾറെഡി ഫുള്ളായി. ഇത്തവണത്തെ ഞാനത് ഒന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്കൊരു എക്സ്പീരിയൻസ് വരാൻ വേണ്ടി കൂടിയാണ്. അതിനുശേഷം നെക്സ്റ്റ് ബാച്ച് തൊട്ട് മേ ബി ഞാൻ കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാനോ എന്തെങ്കിലും ശ്രമിക്കാം. സോ ഇത്തവണ ഓൾറെഡി ഫുള്ളായി, സോറി. എന്നാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വെക്കൂ, സോ ദാറ്റ് ഞാനത് നിങ്ങൾക്ക് പിന്നീട് അത് വരുമ്പോൾ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, ആൻഡ് ടാരോ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ ഒരു ബാച്ച് ഞാൻ ഈ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ബാച്ചായിട്ടല്ല, രണ്ട് മൂന്ന് പേരായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് തൊട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ടാരോ പഠിക്കുകയാണെങ്കിൽ. നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാനും പല കാര്യങ്ങളും ശരിക്കും നമ്മൾ ഒരുപാട് ഡീപ്പായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സോ നോക്കിക്കോളൂ, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ആൻഡ് ഓക്കെ, ഇതൊക്കെയായിരുന്നു പറയാനുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്പേഴ്സ് ഇവിടെ ഉണ്ട്, കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, മെസ്സേജ് ചെയ്യാം. ആൻഡ് ഇന്നത്തെ റീഡിംഗ് എടുക്കുന്നത്, റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുന്നത്, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ആക്ച്വലി ഈ ഡെക്കിൽ ഉള്ള പേര് തന്നെ നമുക്ക് കൊടുക്കാം ഞാൻ. ലവ് മീ നോട്ട്. ഓക്കെ, അതായത് ഡു ദേ ലവ് യു ഓർ നോട്ട്, അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. മീൻസ് അവർക്ക് ഫീലിങ്സ് എന്നുള്ള രീതിയിലല്ല, ശരിക്കും അവർക്ക് ഡീപ്പ് ഒരു സ്നേഹം എന്ന രീതിക്ക് പറയുന്ന രീതിയിൽ യെസ് അവർക്കത് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. യെസ് ഓർ നോ നോക്കാം. യെസ് ഓർ നോ അല്ല, ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ 3 പൈൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫാൻറ്റയുടെ ആണ്. ഫാൻറ്റ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓറഞ്ച് കളർ. ഓക്കെ, സെക്കൻഡ് വൺ സ്പ്രൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ കളർ. ഓക്കെ, തേർഡ് വൺ കോക്ക് വെച്ചിട്ടുണ്ട്, റെഡ് കളർ. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഇത് ചൂസ് ചെയ്തോളൂ, പൈൽ ചൂസ് ചെയ്തോളൂ. 3 എണ്ണം ഉണ്ട്. കുറച്ച് ഷോർട്ട് റീഡിംഗ് ആയിരിക്കും, ഒരുപാട് ഡീറ്റെയിൽ പോയില്ല. നിങ്ങളുടെ പേഴ്സൺ ഡു ദേ ലവ് യു ഓർ നോട്ട്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ. സോ നിങ്ങൾ പോസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊന്ന് ചൂസ് ചെയ്തോളൂ. ഒന്ന് കണ്ണടച്ച് ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഓക്കെ, പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം ചൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾ 3 കണ്ട, ഇതിലൊന്ന് കണ്ടാൽ മതി കേട്ടോ. ഇതിലൊന്ന് മാത്രം കണ്ടാൽ മതി, പിന്നെ കൺഫ്യൂസ് ആയി പോകും. അല്ലെങ്കിൽ വേറെ ആൾക്കാരെ പറ്റിയാണെങ്കിൽ വേറെ പൈൽ കണ്ടോളൂ. ബട്ട് ഒരു പേഴ്സണിനെ കുറിച്ചാണെങ്കിൽ ഒരു പൈൽ കാണാം. ഓക്കെ, അത് എന്ത് വന്നോ അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യൂ. ഓക്കെ, പിന്നെ അത് തെറ്റിപ്പോയോ എന്ന രീതിക്ക് ചിന്തിക്കേണ്ട. ഓക്കെ, അതിന് വേണ്ടി ഒരു കാര്യം ചെയ്തോളൂ. ഇപ്പം ഒന്ന് പോസ് ചെയ്ത് സമാധാനമായിട്ട് ഒന്ന് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ശാന്താവുക. ഓക്കെ, എന്ത് വന്നാലും ശരി നമുക്ക് നോക്കാം എന്ന രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യുക. കണ്ണടച്ച് തുറക്കുമ്പോൾ അതൊന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഇതിൽ ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യും. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പൈൽ 1 എന്ന് എടുക്കാം, മാറ്റി വെച്ചേക്കാം അല്ലേ. ഓക്കെ, പൈൽ 1 ഫാൻറ്റ ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഡു ദേ ലവ് യു ഓർ നോട്ട്. ശരിക്കും അവർക്ക് ഫീലിങ്സ് സ്നേഹമുണ്ടോ, ഇഷ്ടമുണ്ടോ, വിഷിംഗ് വെല്ലാണ്. യെസ് തന്നെ പറയണം. ആക്ച്വലി ഇവിടെ യെസ് ആണ് എനിക്ക് കാണുന്നത്. അതായത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടൊരു സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ട് എന്ന രീതിക്ക് പറയാം. അവരെ ഒരു വിഷാണ് നിങ്ങൾ എന്ന രീതിക്ക് എടുക്കാം. സോ നമ്മൾ പറയില്ലേ, ഒരു സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ആഗ്രഹം എന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരാളെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വിഷ് ചെയ്യുന്നത്, അത് നിങ്ങളെയാണ് എന്ന് പറയാം. ഓക്കെ, സോ യെസ് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോടൊരു സ്നേഹം എന്ന രീതിക്ക് തന്നെ എടുക്കാം. നമുക്കിവിടെ നമുക്ക് നോക്കാം. ഓക്കെ, 43 ഇതിവിടെ മെയ്സ് ആണ് പറയുന്നത്, ബേർഡ്സ്. ആൻഡ് ഓക്കെ, യെസ് തീർച്ചയായിട്ടും യെസ് അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയാണ്. റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്, റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മെയിൻ വ്യക്തിയായിട്ട് ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരായിരിക്കണം എന്ന രീതിക്ക് അവർക്ക് ചിന്തയുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം അവർക്കും ഉണ്ട്. ഇവിടെ ഒരു പൂവൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ കുറച്ച് പേർക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വല്ല അകൽച്ചയുണ്ടെങ്കിൽ അത് വീണ്ടും റിന്യൂ ആവും എന്നൊരു മെസ്സേജ് കൂടിയാണ് നമുക്കിവിടെ. ആൻഡ് ഇത് 2 കാർഡ് ഇവിടെ എനിക്ക് നമ്മൾ സിറ്റുവേഷനായിട്ട് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയൊരു അകൽച്ച ഉണ്ടാവാം. ഓക്കെ, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ഒരുപാട് പേരുടെ ഇടപെടലാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ തടസ്സമായിട്ടുണ്ട്. അതിപ്പോൾ എന്തും ആവാം. ഓക്കെ, തേർഡ് പാർട്ടീസ് ആവാം, അല്ലെങ്കിൽ ഫാമിലി ആവാം, റിലീജിയൻ ആവാം, കാസ്റ്റ് ആവാം, ഫ്രണ്ട്സ് ആവാം. ഓക്കെ, സോ ഒരു ഗോസിപ്പിൻ്റെ ഒരു എനർജി ഇവിടെ എനിക്ക് വരുന്നുണ്ട്. സോ മറ്റുള്ളവരെ ഇടപെടൽ കാരണം നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഓൾറെഡി അറിയുന്ന വ്യക്തികളാണ്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ അല്ല നിങ്ങൾ
നിങ്ങളുടെ മനസ്സിൽ ഒരാളോട് ഇഷ്ടമാണ്, ആ പേഴ്സണ് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എന്ന് നിങ്ങളൊരു ക്രഷായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അവർ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും യെസ് അവർക്ക് ഫീലിങ്സ് ഉണ്ട് എന്നാണ്. ബട്ട് ഇവിടെ തടസ്സം കാണുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും എന്നാണ് ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, മുന്നോട്ട് ഇതിവിടെ കുറച്ച് ചാലഞ്ചസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ബട്ട് എന്ത് തന്നെ ഉണ്ടെങ്കിലും എവിടെയോ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്നൊരു സൂചനയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ മെയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്ന് പുറത്തേക്ക് വരാനൊക്കെ നമുക്ക് വഴി കിട്ടില്ല എന്ന് പറയും. പക്ഷേ അത് എപ്പോഴെങ്കിലും നമുക്ക് അതിന് പുറത്ത് വരാൻ സാധിക്കും. എങ്ങനെയെങ്കിലും കുറേ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പുറത്ത് വരാം. സോ ഇവിടെ ആ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. അതിപ്പോൾ ഞാൻ പറഞ്ഞ പക്ഷേ ഒരുപാട് വ്യക്തികളുടെ ഒരു ഇടപെടലാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും ദാറ്റ് പേഴ്സണിന് ശരിക്കും ഫീലിംഗ്സ് ഉണ്ടോ എന്ന് ചിലപ്പോൾ അവർ തുറന്നു പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. യെസ്, അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഈ പൈൽ എന്തായാലും പേഴ്സണൽ ഫീലിങ്സ് എന്തായാലും ഉണ്ട്. ഓക്കെ, സോ നമ്പേഴ്സ് ഇവിടെ നോക്കിക്കോളൂ. 41, 43, 12 and 28 നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ റെസനേറ്റ് ആവാം. അതിലിപ്പോൾ 5 ആയിരിക്കാം, 7, 3 and 10 അല്ലെങ്കിൽ 1. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആവാം ഈ നമ്പേഴ്സ്. അല്ലെങ്കിൽ ജനുവരി, അങ്ങനത്തെ മാസങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ഡേറ്റ്സ് എടുക്കാം, ഫോൺ നമ്പേഴ്സ് ആവാം. ഓക്കെ, ഏതെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്ത ഡേറ്റ്സ് ആവാം, സംതിങ് എന്തെങ്കിലും നിങ്ങളുടെ ഏജ് ആവാം, എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടോ നോക്കിക്കോളൂ. ഓക്കെ, ഇല്ലാത്തവർക്കും ഇത് മാച്ചാണ്, എല്ലാവർക്കുമാണ്. ഡോണ്ട് വറി. എടുത്ത് കാണുന്ന പറഞ്ഞത് മാത്രം. ഐ തിങ്ക് യു ആർ ഗ്രേറ്റ്, ബട്ട് ഐ എം വറീഡ് അബൌട്ട് വാട്ട് അതർ പീപ്പിൾ വുഡ് തിങ്ക്. ഇൻഫ്ലുവൻസസ്, യെസ്, ഗോസിപ്പിനെ പേടിയുണ്ട് അവർക്ക്. ഗോസിപ്പിനെ കുറിച്ച് പേടിയുണ്ട്. ആൻഡ് മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ മറ്റുള്ള വ്യക്തികളാണ് ഇവിടെ ഇടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ അത് തന്നെയാണ്. നിങ്ങൾ ഗ്രേറ്റ്, നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആണ് എന്ന് തന്നെയാണ് പേഴ്സൺ ചിന്തിക്കുന്നത്. പക്ഷേ അവർക്ക് മറ്റുള്ളവരുടെ ഒപ്പീനിയനെ കുറിച്ച് അവർക്കൊരു ഇതുണ്ട്. മേ ബി ഫാമിലി സമ്മതിക്കില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടാവും, അതായിരിക്കാം. അല്ലെങ്കിൽ ഓഫീസോ നിങ്ങൾ എവിടെയെങ്കിലും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മേ ബി ഗോസിപ്പ് വരും എന്നുള്ള പേടിയായിരിക്കാം. സോ അങ്ങനെ ഒരു എനർജിയാണ് വരുന്നത്. വാട്ട് അതേഴ്സ് വിൽ തിങ്ക്, ഈവൻ അല്ലെങ്കിൽ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യോ, ഫാമിലി അക്സെപ്റ്റ് ചെയ്യോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. യു ആർ ദ പേഴ്സൺ ഐ വോണ്ട് ടു ഡു ലൈഫ് വിത്ത്. യെസ്, മൈ പേഴ്സൺ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ വരുന്നുണ്ടോ? എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ പേഴ്സൺ ആണ്. ഓക്കെ, ഇറ്റ്സ് കംഫർട്ടിങ് ടു നോ ദാറ്റ് വി ഹാവ് ഈച്ച് അതർ സപ്പോർട്ട് വെൻ ഇറ്റ് മാറ്റേഴ്സ്. നിങ്ങളെ നിങ്ങളെ പരസ്പരം ഐ തിങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് അവരെ കെയറും സപ്പോർട്ടും കൊടുക്കുന്നുണ്ടാവും. ആൻഡ് അവർക്കത് ഒരു ഇഷ്ടമാണ് എന്ന രീതിയിലാണ്. സോ കൂടുതൽ നോക്കുന്നില്ല. ഐ ലവ് എവറിത്തിങ്. ഐ ലവ് എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞു, പിന്നെന്താ, ഐ ലവ് എവറിത്തിങ് അബൌട്ട് യു. ഓക്കെ, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ തടസ്സങ്ങളുണ്ട്, ശരിയാണ്. ഓക്കെ, ബട്ട് അത് സോൾവ് ആവും. ഓക്കെ, അത് നിങ്ങളൊന്ന് ഐ തിങ്ക് ഒന്നിച്ച് ശ്രമിച്ചാൽ ശരിയാവുന്ന ഇഷ്യൂസേ ഉള്ളൂ. ഓക്കെ, സോ പൈൽ 1കാർ വളരെ പോസിറ്റീവ്. ക്ലെയിം ദ റീഡിങ്. പൈൽ 1 താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് മൈ കാർഡ്സ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പൈലിൽ പോവാം. സെക്കൻഡ് പൈൽ ഗ്രീൻ സ്പ്രൈറ്റ് ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഡു ദേ ലവ് യു ഓർ നോട്ട്? ഡു ദേ ലവ് യു ഓർ നോട്ട്? നമുക്ക് നോക്കാം. ഓ മൈ ഗോഡ്, ലോയൽറ്റിയാണ് ഫസ്റ്റ് തന്നെ വന്നത്. വാവ്. സ്നേഹമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല, ബട്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ആക്ച്വലി യെസ് ഇല്ല, എന്തിനാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ അത്രയും എൻ്റെ കണ്ണിൽ എന്തോ പോയി. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അവരെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. ആക്ച്വലി എനിക്കിപ്പോൾ പപ്പീസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആവുന്നുണ്ട്. സോ യെസ്, അവർ നമ്മൾ പറയില്ലേ ഡോഗിനെയാണ് നമ്മൾ ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഡോഗ് എന്ന് പറയാൻ പോലും പറ്റുന്നില്ല, അറിയോ? ബിക്കോസ് അത്രയും എനിക്ക് എൻ്റെ ആ പപ്പി കുട്ടന് വന്നതുകൊണ്ട് എനിക്കിപ്പം വളരെ അറ്റാച്ച്മെൻ്റ് ആണ് എനിക്ക്. സോ യെസ്, ഇവർ അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഡോണ്ട് വറി. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം. ആൻഡ് ഓക്കെ, മാസ്ക് കാണുന്നു, നമുക്ക് നോക്കാം. 42 ആൻഡ് ഐ തിങ്ക് 1 more. ഓക്കെ, വാവ്. യെസ്, ഇവിടെയും ആക്ച്വലി പൈൽ 2 നിങ്ങൾക്ക് വളരെ സ്ട്രോങ്, ആക്ച്വലി യെസ്, വളരെ സ്ട്രോങ് ആയിട്ട് യെസ് ദേ ഡു ലവ് യു. ഓക്കെ, അവർക്ക് നിങ്ങളെ കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ തന്നെ യെസ് അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാരേജ് വരെ ആഗ്രഹിക്കുന്നുണ്ട്, എൻഗേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം പറ്റുന്നവർക്ക് കേട്ടോ. മീൻസ് മാരേജ് പോസിബിൾ ആയവർക്ക്, അല്ലാത്തവർക്ക് അവർ മനസ്സുകൊണ്ട് നിങ്ങളോട് വളരെയധികം ലോയൽറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ
ഒന്ന് രണ്ട് സിറ്റുവേഷൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, മേ ബി അവരുടെ ലൈഫിൽ രണ്ട് സിറ്റുവേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ പലപ്പോഴും നിങ്ങൾ അവരുടെ ഫീലിങ്സ് തുറന്ന് പറയാത്തതായിരിക്കാം. കാരണം ഇവിടെ ഒരു മാസ്ക് ഇടുന്ന രീതിക്ക് നമ്മൾ ഫീലിംഗ് ഉണ്ട് ദറ്റ് ഒരു അവരുടെ ഫീലിങ്സ് അവർ തുറന്ന് പറയാത്ത പോലെ. ഓക്കെ, ബട്ട് അത് ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ പ്രവർത്തികളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അവരുടെ ആ ഒരു അവർ കാണിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ കോമ്പസ് ആണ് ആക്ച്വലി, നോർത്ത് സ്റ്റാർ എന്ന് പറയില്ലേ നമ്മൾ, യു ആർ മൈ നോർത്ത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. അതായത് നിങ്ങൾ അവരുടെ ഒരു വഴികാട്ടി എന്ന രീതിക്ക് അവർ കണക്കാക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു നമ്മൾ മറ്റേ ജീസസ് ജനിച്ച സമയത്ത് വഴികാട്ടിയായിട്ട് നോർത്ത് സ്റ്റാർ വന്നു എന്നൊക്കെ പറയില്ലേ. സോ ആ രീതിക്കുള്ള ഒരു അത്രയും നിങ്ങളോടുള്ള, ശരിക്കും നിങ്ങളിലേക്കാണ് അവർ വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സോ മനസ്സിലുള്ളത് ചിലപ്പോൾ തുറന്ന് കാണിക്കാത്ത ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മേ ബി ഇവിടെ ലൈക്ക് സിറ്റുവേഷനെ മീൻസ് അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇവിടെ സണ്ണും മൂണും ഒക്കെ ഉണ്ട്. സോ ഒരു അവരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അവർ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത്, പുറമേ കാണിക്കുന്നതും ഉള്ളിലുള്ളതും നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് ഇവിടെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എടുക്കാം. യെസ്, ഇവിടെ പ്രത്യേകിച്ച് ലോയൽറ്റിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആൻഡ് യെസ്, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. നിങ്ങളായിരിക്കാം അവരായിരിക്കാം അവിടെ പറയും, ജെൻസ് ലേഡീസൊക്കെ വിട്ടോളൂ. ബട്ട് അവരുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്, ആൻഡ് ഇഷ്ടം, സ്നേഹം, ലോയൽറ്റി എല്ലാം. നിങ്ങളെ ഇത് ഈ ഒരു നമ്മൾ പിക്ചർ ഐ തിങ്ക് യൂട്യൂബ് മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് നോക്കട്ടെ, മേലെ ഞാൻ ചിലപ്പോൾ ഒരു കുറച്ച് കവർ ചെയ്യും. ബട്ട് ഈ പിക്ചറിൽ വളരെ മാസ്കുലൈൻ ആയിട്ടൊരു പേഴ്സൺ ആണ്, അതായത് വളരെ ജിം ബോഡിയൊക്കെ ആയിട്ടാണ്. സോ അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടി തയ്യാറായിട്ടുള്ള രീതിയിലാണ്. സോ നമ്മൾ ഡോഗ് എന്നുള്ള രീതിക്ക് അഗൈൻ ഞാൻ പറഞ്ഞ ഒരുപാട് ലോയലാണ് അവർ നിങ്ങളോട്. ശരിക്കും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് ഒരു എനർജി കൂടിയാണ് എനിക്ക് വരുന്നത്. സോ യെസ്, ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. അവർ എന്ത് കാണിക്കുന്നു പുറമേ എന്നുള്ളത് നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട. ബട്ട് അവർ മറക്കുന്നുണ്ട്, അവരുടെ ഫീലിങ്സ് അവർ മറക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ബട്ട് അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും അവർക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, അഗൈൻ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും അവർ തീരുമാനത്തിൽ, പക്ഷെ അവർക്ക് നിങ്ങളിലേക്ക് വരുന്നു എന്ന രീതിയിലും ഇവിടെ ഉണ്ട്. ഓക്കെ, തീരുമാനം എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാ പറയാം. ഓക്കെ, ആൻഡ് വൺ ഫ്രണ്ട്ഷിപ്പ്, maybe there could be more between us, but I wouldn't want to jeopardize. Okay, yes, okay. I'm totally in love with you. ഞാൻ വായിക്കട്ടോ ഒരു സെക്കൻഡ്, എനിക്ക് കണ്ണ് പെട്ടെന്ന് ഇത് നേരത്തെ ഫസ്റ്റ് ഫയലിലും വന്നിരുന്നു. സോ ഐ തിങ്ക് നിങ്ങൾക്ക് അതും മാച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. യു ആർ ദ പേഴ്സൺ ഐ വോണ്ട് ടു ഡു ലൈഫ് വിത്ത്. നിങ്ങൾ അവരെ പേഴ്സൺ ആണ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ പേഴ്സൺ കാർഡ് ഫസ്റ്റ് ഫയലിലും വന്നിരുന്നു, ഈ ഫയലിലും വന്നു. ബട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, ആൻഡ് ഐ എം ടോട്ടലി ഇൻ ലവ് വിത്ത് യു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ലവ് എന്നുള്ള വാക്ക് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇൻ ലവ്, ദേ ആർ ഇൻ ലവ് വിത്ത് യു. ഓക്കെ, ഡോണ്ട് വറി, അതിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ നിങ്ങൾ പറഞ്ഞ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫീലിങ്സ് തുറന്ന് കാണിക്കുന്നില്ല എന്ന്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ആക്ച്വലി നമ്മൾ ഡോഗ് എന്ന് പറയുമ്പോഴും അല്ലേ അങ്ങനെ എടുക്കാം. സോ നിങ്ങൾ തമ്മിൽ ആ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നല്ലൊരു ക്ലോസ്നെസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ഫീലിങ്സ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും പോയാലോ എന്നൊരു പേടിയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പലപ്പോഴും അവർ ഫീലിങ്സ് മറക്കുന്നത്. ഓക്കെ, സോ ഇവിടെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ദേ ആർ ഇൻ ലവ് വിത്ത് യു ഡെഫിനറ്റ്ലി. സെക്കൻഡ് പൈൽ നിങ്ങളും ക്ലെയിം ചെയ്യൂ. ഇറ്റ്സ് ലൈക്ക് വളരെ നമുക്ക് കിട്ടുന്ന ചില പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്ത് വെക്കൂ. ഓക്കെ, കാണിക്കുന്നതും പറയുന്നതും ഒക്കെ പോട്ടെ, നമ്മളിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, തേർഡ് പൈലിലേക്ക് പോകാം നമുക്ക്. തേർഡ് പൈൽകാർക്ക് നമുക്കൊന്ന് തേർഡ് പൈൽ റെഡ് കോക്ക് ചൂസ് ചെയ്തവർക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഡു ദേ ലവ് യു ഓർ നോട്ട് നമുക്ക് നോക്കാം. പൈൽ 1 പൈൽ 2 എന്തായിരുന്നു എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് ഓക്കെ നമുക്ക് തേർഡ് പൈൽ നിങ്ങൾ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് എന്താ നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ഈസ് കമ്മിങ് ഫോർ യു. ഓക്കെ, സോറി. ഓക്കെ, തേർഡ് പൈൽ. ഓക്കെ, ഒരു ഡീറ്റെയിൽ എടുത്തിട്ട് പറയാം. ബോട്ടം കണ്ടത് തന്നെ വന്നു. സോറി, ഇവിടെ നിങ്ങളുടെ ഇടയിലുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്താന്നുള്ളത്, സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ പ്രോബ്ലംസ് ആണ് എനിക്ക് കൂടുതൽ കാണുന്നത് ഇവിടെ. എനിക്കിതിനൊരു ക്ലാരിറ്റി എങ്ങനെ കൊണ്ടുവരാമെന്നാണ്. അല്ലെങ്കിൽ ഞാൻ ടാരോ എടുക്കാം ഒരു കാർഡ്. ഓക്കെ, സോ ഇവിടെ
നിങ്ങൾക്ക് മാത്രമാണ് ഞാൻ ടാരോ എടുക്കേണ്ടി വന്നത്. ഓക്കെ, ഒരു കാർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫിക്കേഷൻ, എനിക്ക് എന്താ വരുന്ന, ഒരു പോസിറ്റീവ് ആണോ വരുന്നത് നോക്കാം. നിങ്ങളോട് ഡു ദേ ലവ് യു ഓർ നോട്ട്. സോറി, തടസ്സങ്ങളാണ് എനിക്ക് കാണുന്നത് കൂടുതലും. ഓക്കെ, സോ ഇവിടെ നോ എന്ന് പറയുന്നില്ല ഞാൻ, ഫീലിങ്സ് ഉണ്ടാവാം, പക്ഷേ ആ ഫീലിംഗ് ഒരു ലവ് എന്നെനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ ഓക്കെ ഉള്ളതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം കുറച്ച് പേർക്ക്. ഓക്കെ, കുറച്ച് പേർക്ക് കാർമിക് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ തടസ്സം കാണുന്നത് മെയിൻലി എനിക്ക് ഫാമിലി തടസ്സമുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം. സോ അങ്ങനെ ഒരു തടസ്സം എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഡബിൾ എനർജി ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, പക്ഷേ ഇതെനിക്ക് കൂടുതൽ ഒരു കാർമിക് സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. സോ സ്നേഹം എന്നെനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ കാരണം ഞാൻ പ്രത്യേകം ചോദിക്കുന്ന കാര്യം, ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് ലവ് എന്നാണ്. ബട്ട് ഇവിടെ അല്ല എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളോട് യെസ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ തമ്മിലൊരു ലൈക്ക് ഫാമിലി പോലെ ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം. ബട്ട് എവിടെയോ നിങ്ങൾ തമ്മിലൊരു കാർമിക് സിറ്റുവേഷൻ ആണ് എനിക്ക് കാണുന്നത്. അല്ലാത്ത നിങ്ങൾ ഈവൻ മാരീഡ് അല്ലെങ്കിലും സിംഗിൾ ആണെങ്കിലും വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അവർ മാരീഡ് നിങ്ങൾ മാരീഡ് പോട്ടെ എന്ത് സിറ്റുവേഷൻ ആയാലും ഇവിടെ എനിക്ക് ഒരല്പം നിങ്ങൾ തമ്മിലുള്ളത് കാർമിക് ആയിട്ടാണ് കാണുന്നത്. അവിടെ തടസ്സങ്ങളുണ്ട് ഒരുപാട്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അധികം മനസ്സിലാവുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സൊല്യൂഷൻ കിട്ടും നിങ്ങൾ തമ്മിൽ. ഓക്കെ, ഞാൻ സ്നേഹം എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യന് എനിക്കിവിടെ ആ ഒരു പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നില്ല. അവർക്ക് ഇഷ്ടമുണ്ട്, ഓക്കെ, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി ഒരു ഫ്ലേർട്ടിങ് എനർജി അല്ലെങ്കിൽ ഒരു അവർ മെച്ചുവേർഡായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു ഇതിലല്ല നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ച ഉണ്ടാവാം. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഓൾമോസ്റ്റ് ഒരു എൻഡിങ് ആയിരിക്കാം എനിക്ക് കാണുന്ന രീതിയിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് എന്ന രീതിയിൽ ഒരു എനർജി വരുന്നുണ്ട്. സോ ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു എന്ന രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, മൗണ്ടൻ ഉണ്ട്, ടവർ കാർഡാണ് പറയുന്നത്. സോ യെസ് ആൻഡ് ക്രോസ് എല്ലാം ആക്ച്വലി ഇതെല്ലാം നെഗറ്റീവ് കാർഡ്സാണ്. ഡബിൾ എനർജി ഒക്കെ ഇതാണ്. ഓക്കെ, ഒരു സൊല്യൂഷൻ കിട്ടും എന്ന് കാണുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്താൽ എന്താ അറിയോ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും എന്നാണ്. ഐ തിങ്ക് ഓൾറെഡി നിങ്ങൾ ഫ്രീ ആയി കാണാം. ഓക്കെ, കുറച്ച് പേർക്ക് എനിക്കിവിടെ ടവർ കാർഡും ഇതൊക്കെ കാണിക്കുക എന്തോ ഒരു ഫീലിംഗ് ഉണ്ട് തരും. നിങ്ങൾ തമ്മിൽ എൻഡിങ് വന്നിട്ടുണ്ടെന്ന്, എൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അത് എൻഡായി പോയത് ഒരു കണക്കിന് നല്ലതാണെന്ന് പറയാം. ഓക്കെ, പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു, കാരണം എനിക്ക് ഐ എം ഷുവർ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, ബട്ട് എന്ത് തന്നെയായാലും ഇവിടെ അത് സംവേർ എനിക്ക് നിങ്ങളെ ഫ്രീ ആക്കിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയ പോലെയാണ്. ഇതൊരു സ്നേഹം എന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല. യെസ് ഉണ്ട്, ക്രഷ് ഉണ്ട്, ഒരു ഇഷ്ടമുണ്ട്, ഒരു അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ വിളിക്കാം വേണമെങ്കിൽ. ബട്ട് ഒരു ജെനുവിൻ ലവ് എന്ന രീതിക്ക് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഇവിടെ പ്രോബ്ലം എന്ത് തന്നെ തടസ്സം വന്നത് മെയിൻലി ഫാമിലിയാണ് എനിക്ക് തടസ്സം തോന്നുന്നത്. ഫാമിലി എന്ന് പറയുമ്പോൾ അവർ മാരീഡ് ആയിരിക്കാം, ഒരു മാരീഡ് പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. സോ അത് തടസ്സമുണ്ട്. അത് മാത്രമല്ല, പക്ഷെ അവർ ഒരു നിങ്ങളെ കാണുന്നത് ഒരു വലിയ ജെനുവിൻ ഒരു സ്നേഹം റിലേഷൻഷിപ്പ് എന്ന രീതിക്കല്ല. അതിൽ കുറച്ചുകൂടി ഇതൊരു ക്രോസ് ആയിട്ട് ഒരു ഭാരമായിട്ട് നിങ്ങൾക്ക് മാറുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അപ്പം എങ്ങാനും എൻ്റെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളെ ഫ്രീ ആക്കിയതാണ്, യൂണിവേഴ്സായിട്ട് ആക്കിയതായിരിക്കും. ഓക്കെ, ബട്ട് കാരണം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും ഓക്കെ മെച്ചുവേർഡായിട്ടൊരു ഇതല്ല കാണുന്നത്. ഫ്ലേർട്ടിംഗ് ഉണ്ട്, കുറച്ചൊരു എന്തായാലും ഒരു നെഗറ്റീവ് എനർജി ആണ്. ഓക്കെ, സോ ഇനി ഈ കാർഡ്സ് കൂടി നോക്കാം, പറയാം. സോറി, ഇവിടെ ഈ പയൽക്കാർക്ക് നിങ്ങൾക്ക് അത്രയ്ക്ക് പോസിറ്റീവ് അല്ല. ഓക്കെ, സ്നേഹം എന്നെനിക്ക് വിളിക്കാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ തടസ്സങ്ങളും ഉണ്ട്. തടസ്സങ്ങൾ മാത്രമല്ല, തടസ്സങ്ങളൊക്കെ പോട്ടെ, അതൊക്കെ എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ. ബട്ട് അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊരു അഡിക്ഷൻ ഉണ്ട്, നിങ്ങളോട് സെക്ഷലി കണക്ഷൻ ഉണ്ടാവാം, ഫിസിക്കലി കണക്റ്റഡ് ഒക്കെ ആയിരിക്കാം. ബട്ട് എവിടെയോ അവരൊരു കമ്മിറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ജെനുവിൻ ആയിട്ടൊരു സ്നേഹം അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അല്ല എനിക്ക് കാണുന്നത്. Oh God. സോറി, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം കയറി വരുന്നു, നല്ല വിഷമം കയറി വരുന്നുണ്ട്. സോറി, ഐ എം ഓപ്പൺ ടു എക്സ്പ്ലോറിങ് തിങ്സ് വിത്ത് യു ബട്ട് ഐ കാൺട്ട് മേക്ക് എനി പ്രോമിസസ്. ഇത് പറയുന്നത് അവർക്ക് വേണം, കാര്യങ്ങൾ വേണം എന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെയാണ്. പക്ഷെ അവർ പ്രോമിസസ് തരുന്നില്ല, നിങ്ങൾക്ക് വാക്ക് തരുന്നില്ല. ഞാൻ പറയുന്നത്, ഞാൻ ഷഫിൾ ചെയ്ത് നിങ്ങളുടെ മുമ്പിലാണ് എടുക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതോ അല്ല. ആൻഡ് ഞാൻ ഇത്രയും കാർഡ്സ് കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എഴുതി വന്നു. സോ
പ്രൂഫ് നമുക്ക് യൂണിവേഴ്സ് തരുന്നതാണ്. ദൈവം, ഞാൻ പറയുന്നതല്ല, ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഇത് ഞാൻ പറയുന്നതല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്, ഭഗവാൻ അവിടെ ഇരുന്ന് പറയിപ്പിക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. സോറി, വെരി സോറി ഫോർ യു. എനിക്ക് ലൈക്ക് നിങ്ങളിതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളിതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുക, വിട്ട് കളയുക. അത് പോയിട്ടുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. പൊക്കോട്ടെ എന്ന് അത്ര എളുപ്പമല്ല, മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. വൺ സൈഡഡ് ആയിരുന്നു. ഞാൻ ഇത്ര സോറി പറഞ്ഞു, ഇവിടെ റിയലി സോറി, ഐ എം റിയലി സോറി, ബട്ട് ഐ കാൺ റെസിപ്രോക്കേറ്റ് യുവർ ഫീലിങ്സ്. ഞാൻ പറഞ്ഞില്ലേ, അവർ ജെനുവിൻലി നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റഡ് ആണോ അത്രത്തോളം അവരല്ല. ഓക്കെ, അവർക്ക് നിങ്ങൾ വൺ സൈഡഡ് ആണ്. ഇത് കുറച്ചുകൂടി അവർക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് വേറെ രീതിക്കുള്ളതാണെന്ന് മാത്രം. ഓക്കെ, നിങ്ങളോടൊരു ജെനുവിൻ ഒരു ഇഷ്ടം, സ്നേഹം എന്ന രീതിക്ക് എടുക്കാൻ പറ്റില്ല. പ്രയോറിറ്റീസ്, മൈ ലവ് ലൈഫ് ഈസ് ഇൻ റിയലി എ പ്രയോറിറ്റി അറ്റ് ദ മൊമെൻറ്റ്. അവർക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിന് അവർ പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിപ്പോൾ പല കാരണങ്ങളും കൊണ്ടായിരിക്കാം. മാത്രമല്ല അവർക്ക് ആ ഒരു സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് അല്ല അവരിവിടെ കാണുന്നത്. ഐ എം വെരി സോറി അബൌട്ട് ദിസ്. ഓക്കെ, എനിക്ക് നല്ല വിഷമമുണ്ട്. ബട്ട് തേർഡ് പൈൽ നിങ്ങൾ അറിയേണ്ട സത്യമായിരിക്കാം. ഐ ഹോപ്പ് ഇത് എത്ര പേര് കണ്ടു എന്നറിയില്ല. കമൻറ്റ് ചെയ്യുക താഴെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം എൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഹീലിംഗ് വരാൻ തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നല്ലോണം പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.